പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന് 11-ാമത്തെ വേദഭാഗം. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജനമായ ഇസ്രയേലിൻ്റെ മരുഭൂ യാത്രയിൽ ദൈവം അവരോട് ഇടപെട്ട ഓരോ ഇടപെടലുകളും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ദൈവം അവർക്ക് ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും, ദൈവം അവരെ ശിക്ഷിച്ചതും അവരെ ശാസിച്ചതും എല്ലാം ഇന്ന് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവസഭയ്ക്കുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ചെയ്തതെന്ന് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവിടെ 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ, ദൈവജനമായ ഇസ്രയേൽ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ദൈവജനമായ ഇസ്രയേൽ സമ്പത്തിൽ യാത്ര ചെയ്തവരാണ്, സമുദ്രത്തിലൂടെ കടന്നു വന്നവരാണ്. അങ്ങനെ അവർ മോശയോട് ചേർന്നു എന്ന് വായിക്കുന്നു. അതുമാത്രമല്ല, ദൈവം അവർക്ക് കൊടുത്ത ആഹാരം ഒരേ ആത്മീയ ആഹാരം തിന്നു. മരുഭൂമിയിൽ അവർക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്തതായിരിക്കുന്ന മന്നയാണ് അവർ ഭക്ഷിച്ചത്. ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അവർ അനുഗമിച്ച ഒരാത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചെന്ന് വായിക്കുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇങ്ങനെ ഒരേ ആത്മീയ പാനീയം തിന്നും, ഒരേ ആത്മീയ ആഹാരം തിന്നും, ഒരാത്മീയ പാനീയം കുടിച്ചും ക്രിസ്തുവാകുന്ന പാറയിൽ വിശ്വാസമർപ്പിച്ച് കടന്നു വന്ന ജനം, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് വെള്ളത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ദൈവവചനമെന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ദൈവജനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പ്രസാദം മിക്കവരിലും ഇല്ല എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അന്ന് അവർക്കത് സംഭവിച്ച ദൃഷ്ടാന്തമായിട്ടാണെങ്കിൽ നമുക്കത് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മോട് എഴുതി അറിയിക്കുന്നത് ഒരു ബുദ്ധി ഉപദേശമായിട്ടാണ്. ആയതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ആ ഇസ്രായേൽ ജനത്തെ പോലെ നിങ്ങളും ആകരുതെന്നാണ്. അവർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേര് വീണുപോയി. ദൈവം അവരുടെ ഭർത്താവായിരിക്കെ ദൈവത്തെ വിട്ട് അന്യദൈവത്തെ സേവിക്കാൻ പോയതിനെ പരസംഗമായിട്ടാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സത്യദൈവമായിരിക്കുന്ന, വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, വാഗ്ദത്ത മെസ്സീയ ആയിരിക്കുന്ന, സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവത്തെ അവർ വിട്ടിട്ട് അന്യദൈവത്തിലേക്ക് തിരിഞ്ഞത് പരസംഗമായിട്ട് ദൈവം കാണുകയും അവർ ഒറ്റ ദിവസം തന്നെ ദൈവത്തെ വിട്ടകന്നുപോയ 23,000 പേർ പട്ടുപോയതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, അവർ ചില പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയെന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരെയും പരീക്ഷിച്ചുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ ആയിരുന്നു. അത് നമുക്ക് ദൈവത്തെ പരീക്ഷിച്ചതായിരിക്കുന്ന ഇസ്രായേൽ ജനം അവർ പരീക്ഷിച്ചു പോലെ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കരുത്. അവർ സർപ്പങ്ങളാൽ നശിച്ചു പോയി. അഗ്നിസർപ്പങ്ങൾ ഇറങ്ങി പരീക്ഷിച്ച ജനത്തെ കൊന്നുകളഞ്ഞതായിട്ട് വായിക്കുന്നു. എന്നാൽ അവർക്ക് വിടുതലിനായി ആ അഗ്നിസർപ്പത്തെ മോശ കഴുമരത്തിൽ അവൻ ഉയർത്തിയപ്പോൾ
അതിനെ നോക്കിയവർ വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നതുപോലെ, മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട അഗ്നിസർപ്പത്തെ നോക്കി ജനം വിടുവിക്കപ്പെട്ടതുപോലെ, സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് ഉയർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്നവർ രക്ഷപ്രാപിപ്പാൻ ഇടയായിത്തീരുന്നെന്ന് വായിക്കുന്നു. വീണ്ടും നാം വായിക്കുന്ന, അവർ ചിലർ പിറുപിറുക്കുകയും, അത് പിറുപിറുപ്പ് നിമിത്തം ഇതുപോലെ നാമും പിറുപിറുക്കുന്നവരാകരുതെന്ന് വായിക്കുന്നു. ദൈവം കൊടുത്ത ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ, അപ്പവും ഇറച്ചിയും അവർ ഭക്ഷിക്കുമ്പോൾ തന്നെ ദൈവത്തോട് അവർ പിറുപിറുക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ദൈവം തരുന്ന നന്മ വാങ്ങി അനുഭവിക്കുമ്പോൾ തന്നെ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജാതിയായി ഇന്നും ദൈവസഭയ്ക്കകത്തും ഒരു കൂട്ടരെ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നു. അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് എന്ത് ചെയ്തു? അവർ ദൈവത്തെ പരിഹസിച്ചു, ദൈവത്തെ പിറുപിറുത്തു, ദൈവത്തോട് പരസംഗം ചെയ്തു. ഈ വിധത്തിൽ 3 വിധത്തിൽ ദൈവത്തോട് അകന്നു പോയ ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിൽ സന്ദർശിക്കുകയും അവരിൽ പ്രസാദിക്കാതെ അവരിൽ അനേകായിരങ്ങൾ മരുഭൂമിയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. ഇപ്രകാരം ഈ ക്രിസ്തീയ ജീവിതത്തിൽ ലോകത്തിലായിരിക്കുന്ന നാം ഈ ലോകമാകുന്ന മരുഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമായ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച് നാം ദൈവത്തെ പരീക്ഷിക്കാതെയും ദൈവത്തോട് പിറുപിറുക്കാതെയും ദൈവത്തോട് പരസംഗം ചെയ്യാതെയും അഥവാ ദൈവത്തെ വിട്ടകന്നു മാറാതെയും ദൈവം തരുന്ന നന്മ വാങ്ങി അനുഭവിക്കുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കാതെയും ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അവരെ ദൈവം സൃഷ്ടിച്ചതുപോലെ നാമും പരസംഗം ചെയ്യുന്നവരും പിറുപിറുക്കുന്നവരും പരിഹാസനമായി തീർന്നിട്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രസാദം ലഭിക്കാതിരിക്കുവാൻ ഇടയാകാതെ ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഈ പ്രഭാത ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ കർത്താവെ, ഈ പ്രഭാതത്തിൽ ദൈവം തന്ന വചനത്തിൻ്റെ ചിന്തകൾക്കായി നന്ദി പറയുന്നു. ശ്രേവിച്ച എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.